നമ്മുടെ ജീവിതത്തിലെ ബാഡ് എക്സ്പീരിയൻസസിനെ ഒരു ചാലഞ്ചിങ് ആറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ ഫേസ് ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ തന്നെ ആ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജി ഡ്രോ ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ നമ്മുടെ ലൈഫ് സ്മൂത്തായിട്ട് മുൻപോട്ട് പോകും. നമ്മളെ വേദനിപ്പിച്ചവർ വളരെ സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാണ്ട് നടക്കുന്നുണ്ടാവും. അപ്പം നമ്മളെന്തിനു നമുക്ക് എനിക്കിങ്ങനെ പറ്റിയല്ലോ എന്ന് വിചാരിച്ച് തളർന്ന് നമ്മുടെ ലൈഫിനെ സ്ലോ ആക്കിക്കൊണ്ട് പോകണം? അതിൻ്റെ ആവശ്യമേ ഇല്ല. എപ്പോഴും ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയുടെ ആറ്റിറ്റ്യൂഡായിരിക്കണം നമുക്ക്. ലൈഫിലൊരു സിമ്പിൾ കാര്യത്തിന് പോലും ഈ തത്വം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഒരു കുക്കിംഗ്, ഒരു ഡിഷ് നമ്മൾ ട്രൈ ചെയ്ത് ആദ്യത്തെ തവണ അതൊരു കുളമായി പോയിട്ടുണ്ടാവും. എന്നാൽ അത് ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞ് മാറിയിരിക്കാണ്ട് നമ്മൾ 2-3 ടൈംസ് അത് ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ മാസ്റ്റർ പീസായി മാറിയേക്കാതെ എല്ലാവരും വന്നിട്ട് ഈ ഡിഷ് ഒന്ന് ഉണ്ടാക്കി തരുമോ, അത് നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ എവിടെയും കഴിച്ചിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ്സ് വരെ കിട്ടിയെന്ന് വരാം. എനിവേ, ഇന്നത്തെ കുക്കിംഗ് സെഗ്മെൻറ്റിൽ ഏത് ഡിഷാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നൊക്കെ നോക്കി പഠിച്ചിട്ട് തിരിച്ചു വരാം. അമേരിക്കൻ ജാലകത്തിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടേസ്റ്റ് ടൈമിൽ നമ്മോടൊപ്പമുള്ളത് ഫ്ലോറിഡയിൽ നിന്നുള്ള കാരലിൻ ബ്ലസ്സനാണ്. കാരലിൻ്റെ കൂടെ സിമി ഗോകുലമുണ്ട്. കാരലിൻ ഏത് ഡിഷാണെന്ന് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഹായ് കാരലിൻ. ഹായ് സിമി. ഹായ് നാൻസി. കാരലിൻ ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഏത് ഡിഷാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഡിഷ് മെക്സിക്കൻ ഡിഷാണ്. അതിൻ്റെ പേര് ചിക്കൻ ഫഹീഡ. കാരലിൻ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ചിക്കൻ ഫഹീഡയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാമോ? ഈ ഡിഷിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ടോർട്ടിയ, ചപ്പാത്തിക്ക് പകരം മെക്സിക്കൻസ് യൂസ് ചെയ്യുന്ന ഒരു ബ്രെഡാണ് ടോർട്ടിയ. ചിക്കൻ 2 കപ്പ് അരിഞ്ഞത്, അത് ഉപ്പും പെപ്പറും ഇട്ട് വേവിച്ചത്. സബോള 2 കപ്പ് നീളത്തിലരിഞ്ഞത്. ക്യാപ്സിക്കം 2 കപ്പ് നീളത്തിലരിഞ്ഞത്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 3 കളേഴ്സിലുള്ളതാണ്. നമുക്ക് ഏതാണ് അവൈലബിൾ അതെടുക്കുക. സോയ് സോസ്, തെരിയാക്കി സോസ്, ചില്ലി സോസ്, ഇത് 3 ടേബിൾ സ്പൂൺ വീതം. വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഓലിവ് ഓയിൽ. ഇതിൻ്റെ പ്രിപ്പറേഷനെ പറ്റി കാരലിൻ ഒന്ന് പറയാമോ? ഈ ഡിഷ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനാവശ്യമായിട്ടുള്ള നമ്മൾ എണ്ണ ഒഴിച്ച് ഈ സബോള, ക്യാപ്സിക്കം ഇത് രണ്ടും നല്ലോണം വഴറ്റുക. നല്ലോണം ബ്രൗൺ ആയ ശേഷം ഈ എടുത്ത് വെച്ചിരിക്കുന്ന 3 സോസുകളും ചേർത്ത് വീണ്ടും ഒന്ന് സ്റ്റർ ഫ്രൈ ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനും ഇതിൻ്റെ കൂടെ ഇട്ട് സ്റ്റർ ഫ്രൈ ചെയ്ത് ഒരു 3 മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം ഈ ടോർട്ടിയ പാനിലിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ വഴന്ന് വെച്ചേക്കുന്ന ഈ കൂട്ട് ഈ ചൂടാക്കി വെച്ചേക്കുന്ന ടോർട്ടിയ റാപ്പിലേക്ക് ഇട്ടിട്ട് റാപ്പ് ചെയ്ത് കഴിക്കുന്നതാണ് ചിക്കൻ ഫഹീഡ. നമുക്കെന്നാ പ്രിപ്പയർ ചെയ്താലോ കാരലിൻ? ചെയ്യാലോ. ആദ്യം തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ഓലിവ് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് ഉള്ളി ഇട്ട് വഴറ്റാം. ഇച്ചിരി ഉപ്പിട്ടാൽ നല്ലതായിരിക്കും. ഉപ്പിട്ടാൽ വേഗം വഴന്ന് കിട്ടും. ഉള്ളി ഓൾമോസ്റ്റ് വഴന്നു കഴിഞ്ഞു. ഇനി നമുക്കെന്നാ ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇത് നമ്മൾ ഉള്ളി വഴറ്റിയ പോലെ തന്നെ ഈ ക്യാപ്സിക്കം ഈ ഉള്ളിക്കകത്തിട്ട് നല്ലോണം വഴറ്റുക. ക്യാപ്സിക്കം ഓൾറെഡി വഴന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ചിക്കൻ ഓൾമോസ്റ്റ് എല്ലാം വഴന്നു കഴിഞ്ഞേക്കാണ്. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന സോസസ് ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ചില്ലി സോസ്, അതിനുശേഷം തെരിയാക്കി സോസ്, അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന സോയ് സോസ്. ഈ നമ്മളിപ്പോൾ സോസസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞേക്കാണ്. ഇനി നമ്മൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കണം. ഇത് മെയിനായിട്ട് ഇളക്കുന്ന കാര്യം ഈ ഇട്ടേക്കുന്ന സോസസ് ഈ കൂട്ടിലേക്ക് നല്ലോണം യോജിച്ച് ചേരണം. സോ മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഇതിനകത്ത് കിടന്നൊന്ന് വഴറ്റിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. ഈ കൂട്ട് ഓൾറെഡി മൊത്തത്തിലൊന്ന് വഴന്നു കഴിഞ്ഞു. ഈ സോസ് എല്ലാം അതേ നല്ലോണം ചേർന്നിട്ടുണ്ട്. ഞാനിത് ഓൾറെഡി തീ അണച്ചു. ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ കൂട്ട് നമുക്ക് ഞാനിപ്പോൾ ഈ ടോർട്ടിയ, അതായത് ഈ മെക്സിക്കൻ ബ്രെഡ് പാനിലിട്ട് 2 വശം നല്ലോണം തിരിച്ചും മറിച്ചും നല്ലോണം ചൂടാക്കി ഇതിലേക്ക് 1 സ്പൂൺ എടുത്ത് എന്നിട്ട് നല്ലോണം ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമ്മൾ റാപ്പ് ചെയ്താൽ നമ്മൾ ഈ ആസ് യൂഷ്വൽ നമ്മൾ റോളൊക്കെ ഉണ്ടാക്കണ പോലെ വെച്ചിട്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ ഫഹീഡ റെഡി.
അപ്പോൾ കാരലൻ ഈ ഫൈറ്റ് എങ്ങനെ മെയിൻ ഡിഷായിട്ടാണോ അതോ വേറെ ഏതെങ്കിലും മെയിൻ ഡിഷിൻ്റെ കൂടെ ഒരു സൈഡായിട്ടാണോ ഇത് എങ്ങനെയാണ് കഴിക്കുന്നത്? ഇത് ആക്ച്വലി നമുക്ക് മെയിൻ ഡിഷാണ്. ഇത് മെക്സിക്കൻസിൻ്റെ ഇത് മെയിൻ ഡിഷ് തന്നെയാണ്. അത് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് മെക്സിക്കൻ റൈസും പിന്നെ ഇതിനകത്ത് അവർ ആഡ് ചെയ്യുന്ന സവർ ക്രീമാണ്. അതിപ്പോൾ നമുക്ക് എല്ലായിടത്തും തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇതിൽ നമുക്ക് ഈ ചോട്ടിക്കകത്ത് തന്നെ റാപ്പ് ചെയ്ത് ആ സവർ ക്രീം ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഡിപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഡയറ്റ് കോൺഷ്യസ് ഒക്കെ ആയിട്ട് ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഫാറ്റ് ഫ്രീ സവർ ക്രീം യൂസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു പാർട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫഹീഡ റെഡിയാണ് സെർവ് ചെയ്യാൻ. അതിന് മുന്നായിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യണം. അതിന് നമുക്ക് വേറെ ഒന്നും കൂടുതലായിട്ട് ആവശ്യമില്ല. ഇതിന് ചേർത്ത വെജിറ്റബിൾസ് തന്നെ, ഇത് നോക്കി എത്ര കളർഫുള്ളാണ്. ഇതേ സെയിം വെജിറ്റബിൾസ് തന്നെ ഇട്ടിട്ട് നമുക്ക് അത് ഗാർണിഷ് ചെയ്യാം. ഇത് ഒത്തിരി ഹെൽത്തിയാണ്, അറ്റ് ദ സെയിം ടൈം ഒത്തിരി ഈസിയും ആയിട്ടുള്ള ഒരു ഡിഷാണ്. എൻ്റെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഡിഷാണ്. ഇത് ഒരുപാട് ന്യൂട്രിയൻസ് ഈ കുട്ടികൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഡിഷ് പ്രസൻറ്റ് ചെയ്തതിന് താങ്ക് യു കാരലൻ ആൻഡ് താങ്ക് യു സെമി. താങ്ക് യു നാൻസി. ഹായ് കാരലൻ, ഹായ് സെമി. സോ സോറി അതിന് മുമ്പായിട്ടുള്ളത് പറയാൻ പറ്റും. കാരലൻ നമ്മുടെ വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഓലിവ് ഓയിൽ. ഞാൻ എന്തായി പറഞ്ഞു കൂട്ടണേ? ചിക്കൻ ഡിഷാണ്. അതിൻ്റെ പേര് ചിക്കൻ ഫഹീഡ. ശരിയായി ആഷൻ ഒരു സെക്കൻഡ്. നമുക്ക് കാരലിനോട് തന്നെ ചോദിച്ചറിയാം. അവൾ സോറി